ഒരു ഡേ ഇതുകൊണ്ട് എനിക്ക് ഓർഡർ ഇച്ചിരി കൂടുതലായി. എൻ്റെ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് ലോങ് ആയി പോയത് കാരണം ഒരു സമയത്ത് വണ്ടി എനിക്ക് ഫുൾ ചാർജ് തീർന്ന്, അതായത് ബാറ്ററി ഡ്രൈനായി ഓഫ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫായി പോകുന്ന സിറ്റുവേഷനിൽ ആണ് എനിക്കിതിൻ്റെ മാക്സിമം എത്ര റേഞ്ച് വരെ കിട്ടും എന്നുള്ളത് മനസ്സിലായി. അന്ന് എനിക്ക് 137 കിലോമീറ്റർ ഫുൾ ചാർജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ കമ്പനി അവർ പറയുന്നത് എക്കോ മോഡിൽ 100 കിട്ടാറുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈവൻ അവർ പോലും ഇത് ടെസ്റ്റ് ചെയ്ത് കാണത്തില്ല. 0% വണ്ടി ഓടിച്ച് ഈവൻ കമ്പനി പോലും ടെസ്റ്റ് ചെയ്ത് കാണത്തില്ലായിരിക്കും, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അതിൽ ഞാൻ പറയില്ല, എനിക്ക് 137 കിലോമീറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. പ്രൈസിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഇതിനകത്തിരിക്കും. നമുക്ക് ലോക്കലായിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസിങ് വരുമ്പോൾ ഏകദേശം അതൊരു 3 കിലോ മുളകും 2 കിലോ മല്ലി വരെ ബൂട്ട് സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പക്ക മാസ് വണ്ടി റിവർ ഇന്ത്യ SUV ഓഫ് സ്കൂട്ടേഴ്സ്. ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ അത്യാവശ്യം ലുക്കും, ഓഫ് റോഡ് റൈഡുകളിലൊക്കെ ഇങ്ങനെ കാല് നീട്ടി നല്ല പ്രീമിയം ബൈക്കൊക്കെ ഓടിക്കുന്ന ഒരു ഫീലും, ഫുഡ് റെസ്റ്റും റൈഡിങ് കംഫർട്ടും, നല്ല വലുപ്പമുള്ള 14 ഇഞ്ച് ടയർ, കുഴിയിലൊക്കെ വീണാലും ഓഫ് റോഡിലൊക്കെ വെച്ച് താങ്ങാം. കൂടാതെ കിടിലം മാസ് സ്റ്റോറേജ് സ്പേസും. ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഫ്രീക്കന്മാർക്ക് പറ്റിയ ഏതെങ്കിലും വണ്ടിയുണ്ടോ ഇങ്ങനെ? അപാര വണ്ടിയുടെ ലുക്കും ഓടിക്കുമ്പോൾ കിട്ടുന്ന ലുക്കും വേറെ. കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ, അത് നമ്മൾ നേരത്തെ പറയുന്നത്. കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീഡിയോ അല്ല, നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസ് വരും. പ്രത്യേകിച്ച് ഇപ്പോൾ EV കാലഘട്ടത്തിലോട്ട് മാറുമ്പോഴത്തേക്ക് ഏത് വണ്ടി ചൂസ് ചെയ്യും. മാർക്കറ്റിങ് നമ്മുടെ ഇപ്പോൾ നിലവിൽ കണ്ടമാനം മാർക്കറ്റുകളുണ്ട്. ഈ EVയുടെ തന്നെ ഒത്തിരി ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട്, പല വേരിയൻറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പല കമ്പനികളും എടുത്ത് നമ്മളിതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന റോഡിൽ കൂടെ തെള്ളിക്കൊണ്ട് പോകുന്നു, ആപ്പയ്ക്കകത്ത് കയറ്റിക്കൊണ്ടുപോകുന്നു, അങ്ങനെ പല വണ്ടിയുടെ റിവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ EVയുടെ ഭയങ്കര കോമ്പറ്റീഷൻ നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് റിവറാണ്. അതുകൊണ്ടാണ് നമ്മളിത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ കമ്പനിയുടെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. സാധാരണക്കാർ വഴിയിൽ കിടക്കാൻ ഒരിടവരുത്താതെ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതാണെന്ന് കാണിക്കും. നമ്മുടെ റിവർ ഇന്ത്യ 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന അരുൺകുമാറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, എങ്ങനെയുണ്ടെന്ന്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അരുൺ. ഏകദേശം 1 വർഷത്തിന് മുകളിൽ, കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ റിവർ ഇന്ത്യ ആദ്യമായി എടുക്കുന്നത്. 13 മാസത്തെ ഉപയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാധാരണക്കാർക്ക് അഫോർഡബിളായ പ്രൈസിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അഫോർഡബിൾ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല, കാരണം വണ്ടി വില ഇപ്പം നമ്മൾ ഓൺ ദ റോഡ് ഏകദേശം ഒരു 170 മുകളിലായിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് നമ്മൾ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്താലും ആ പൈസയ്ക്ക് വണ്ടി അഫോർഡബിളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഒരു ഡെയിലി ഒരു 40-50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. ചാർജിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 2 മന്തിൽ നമുക്ക് മാക്സിമം ഒരു 700 രൂപ 600 രൂപ കറണ്ട് ബില്ല് എക്സ്ട്രാ വരുന്നുള്ളൂ വീട്ടിൽ. അത് ഈ 700 രൂപ എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം 124 കിലോമീറ്റർ ഓടുന്നുണ്ട്. 124 എബോ മിനിമം ഞാനൊരു ദിവസം ഓടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 127 ഓടാൻ എന്തുവാണ് എനിക്ക് ജോലിയെന്ന്. അതായത് ഞാൻ പകൽ നമുക്ക് 1-2 ഷോപ്പുണ്ട്, അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള ഓട്ടങ്ങൾ. പിന്നെ വൈകിട്ട് ഞാൻ പാർട്ട് ടൈമായിട്ട് സ്വിഗ്ഗിയിൽ ഓടുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 100 കിലോമീറ്ററിന് മുകളിൽ ഡെയിലി ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. പരമായിട്ടും നമുക്ക് ഭയങ്കര ഹെൽപ്പാണ് അവർ. നമ്മൾ എന്ത് കംപ്ലയിൻറ്റ് വിളിച്ച് പറഞ്ഞാലും അന്നേരം അവർ നമ്മുടെ അടുത്ത് സൊല്യൂഷൻ, സർവീസിങ്ങിലാണേലും ബാക്കിയുള്ള കാര്യത്തിലാണേലും യാത്രാസുഖമാണേലും എല്ലാത്തിലും ഞാൻ കംഫർട്ടബിളാണ്. എനിക്ക് നെഗറ്റീവായിട്ടൊന്നും ഈ വണ്ടിയെക്കുറിച്ച് പറയാനില്ല. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഈ 13 മാസത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട 2 വണ്ടിയും കൂടെ ഒരുമിച്ച് വെച്ചേക്കാണ്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ വണ്ടി. ഞാനീ പറഞ്ഞ 1 വർഷത്തിന് മുകളിലായ വണ്ടി ഇതാണ്. ഏകദേശം ഞാൻ പറയില്ലാണ്, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കിലോമീറ്റർ ഓടിയേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് വിശ്വാസമായി ഞാൻ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അല്ല, 18,520 കിലോമീറ്റർ ഓൾറെഡി സർവീസായിട്ട് ആയിട്ടുണ്ട്. ഞാൻ പോയില്ല സർവീസ് ചെയ്യാൻ. 18,520 ഓൾറെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചാർജിങ് പെർസെൻറ്റേജ് ആണ് 99% ചാർജ്, 100 റേഞ്ച് വരെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രിപ്പിൽ ഞാൻ ഇന്നലെ കവർ ചെയ്തതാണ് 205 കാണിച്ചേക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ട്രിപ്പ് ചെയ്താണ് ഓടുന്നത്. ഇന്നലെ ഞാൻ കവർ ചെയ്തതാണ് 205 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഇന്നലെ ഒരു ദിവസം 2 ട്രിപ്പ് ചാർജ് ചെയ്തു കേട്ടോ. 2 ട്രിപ്പ് ചാർജ് ചെയ്തായിരുന്നു. അത് കാരണം ഒരു പ്രാവശ്യം നമുക്ക് 120-125 മാക്സിമം
നമ്മൾ എടുക്കാറുള്ളൂ. കാരണം ഞാൻ പറയില്ല, നമുക്ക് ഒത്തിരി റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് ചാർജ് ചെയ്തിട്ടിട്ട് പിന്നെ അങ്ങനെയാണ് ഇന്നലെ 205 കിലോമീറ്റർ ഞാൻ ഓടിയത്. അപ്പോൾ ഇത് സിമിലറാണ് വണ്ടി, പക്ഷേ ഇത് 2 വേരിയൻ്റ് ആണ്. എൻ്റെത് നോർമലാണ്, ഇത് ജെൻ 1 ആണ്, ഇത് ജെൻ 2 ആണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഈ ജെൻ 1 2 എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ഒത്തിരി ഡിഫറൻസ് കാണും. ഡിഫറൻസ് പ്രത്യേകിച്ച് ഒന്നിലാണ്ട് ഇത് കണ്ട്. ഇതിൻ്റെ ഞാൻ ആ മീറ്റർ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഓൺ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇത് ഓൺ ചെയ്യുമ്പോഴിങ്ങനെയാണ്. ഇതിൻ്റെ 2 ബട്ടൺസ് ഉള്ളത് ഇതിൻ്റെ സൈഡിലായിട്ട് വരും. പിന്നെ ഇതിനകത്ത് മോണിറ്ററൈസിങ് ഉള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ സ്വിച്ച് മറ്റേ ജെൻ 2 വരുമ്പോഴത്തേക്ക് അതിവിടെ സൈഡിലോട്ട് വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇവിടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതിനകത്തൊക്കെ ചെറിയ രീതിയിൽ ഇത് തുരുമ്പ് പോലൊക്കെ ഉണ്ട്. ഇത് ഇതിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ അത് 2 വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ സ്റ്റൈലിഷായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരു സ്പ്രിങ് ഫുള്ളപ്പായിട്ടാണ് അവരിത് കൊടുത്തേക്കുന്നത്. അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടെ വ്യത്യാസം വരുന്നുണ്ട്. അതേ ഉള്ളൂ. അത് ഒരു സ്ട്രിപ്പ് പോലെ ഇത് ഫുള്ളപ്പായിട്ടാണ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ അല്ലാതെ വേറെ ഈ ജെൻ 2 1 വേറെ വേരിയേഷനൊന്നും വരുന്നില്ല. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ് 2 സൈഡും വരുന്നത്. ഞാൻ പറയുന്നത് നേരത്തെ വീലിൻ്റെ സൈസിന് വേരിയേഷൻ വരുന്നുണ്ട്. 2 സൈഡും ഡിസ്ക് ബ്രേക്കാണ്. ആ ഡിസ്ക് ബ്രേക്കിനകത്ത് 1 2 തമ്മിൽ വേരിയേഷനുണ്ട്. ഡിസ്ക് ഇവിടെ ഒരു ഫ്യൂവൽ പമ്പ് പോലെ ഒരു എന്തോ വരുന്നുണ്ട്. അത് കറക്റ്റ് അറിയത്തില്ല, അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല. ആരും പഞ്ഞിക്കിടരുത്. അതിൻ്റെ തമ്മിലുള്ള ചെറിയൊരു വേരിയേഷൻ, അതിൻ്റെ മേളിലൊരു പമ്പ് പോലെ എന്തോ ഇത് വരുന്നുണ്ട്, ഒരു യൂണിറ്റ്. ബ്രേക്കിൻ്റെ അതേ രീതി തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഫ്രണ്ടിലും അതേ രീതിയിൽ തന്നെ എന്തോ ഒരു നോബ് പോലെ ഒരു സാധനത്തിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അതെന്തോ ഓയിലിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും കൂളിങ്ങിൻ്റെ വല്ലതും ആയിരിക്കും. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ വല്ല സാധനം നമ്മളിപ്പോൾ വണ്ടി മോട്ടോറാണ്, ഏത് നിമിഷം കേടുവരാം, ഏത് നിമിഷം എന്ത് സംഭവിക്കാം, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ഓൾറെഡി ആളുകൾക്കെല്ലാം ഇതിൻ്റെ എങ്ങനെയാണ് മെയിൻ്റെനൻസ് എന്നുള്ളത് ഒരു 70% ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചറായാൽ തന്നെ ടയർ മാറാനും, ഇപ്പോൾ എന്നെക്കായി മുന്നേ വണ്ടി എടുത്തവരല്ല, എന്നെക്കായി താമസിച്ച് വണ്ടി എടുത്തവരൊക്കെ ഓൾറെഡി അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ മാറിയവരുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ടയർ കടയിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മാറുന്നതിന് കുഴപ്പമില്ല, നമുക്ക് മാറാനുള്ളത്. ഇത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇത് സാധാരണ ബൈക്ക് പോലെ തന്നെ ഒരു സാധാരണ ബൈക്ക് രീതിയിൽ തന്നെ ഉള്ളു. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കൂട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും ഇതിനകത്ത് ഞാൻ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേക്കൊന്ന് മറിഞ്ഞു പോയി, എൻ്റെ ബാലൻസ് പോയായിരുന്നു എന്ന് പറയാണ്ട് അങ്ങനെ സംഭവിച്ച ഒരു സ്ക്രാച്ചാണ് ഈ കാണുന്നത്. ഇത് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ 2 സ്ക്രാച്ച് അതുമൂലം പറ്റി. പക്ഷേ ബോഡിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഈ വണ്ടി ഓടിക്കുമ്പോൾ നടുവിനൊക്കെ എങ്ങനെ റിലാക്സ് കിട്ടുമോ? ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഉള്ളൊരു വ്യക്തിയാണ്. അത് നീർക്കെട്ടിൻ്റെ ഒരു അതൊക്കെയാണ് എനിക്കുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് സ്കൂട്ടറുകൾ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പെയിൻ ഉള്ളതാണ്. കാരണം എൻ്റെ ഒരു മാസ്റ്റർ ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ മിനിമം ഒരു 20 കിലോമീറ്റർ ഓടിക്കുമ്പോഴേ നടു കഴിക്കും. പക്ഷേ ഇത് ഈ ഡെയിലി 120-130 കിലോമീറ്റർ കവർ ചെയ്തിട്ടും എനിക്കിതുവരെ ഒരു സ്ട്രെസ്സായിട്ട് തോന്നിയിട്ടില്ല. നടു നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഈ സൈഡിലൊരു നമ്മുടെ കാല് എക്സ്റ്റൻഷൻ ചെയ്ത് വെക്കാനുള്ള ഒരു പെഡൽ ഉള്ളതിൻ്റെ പേര് നമുക്കത് കാല് അതേലോട്ട് നൂത്ത് വെക്കാം. അപ്പോൾ കാലതെ നൂത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ബാക്ക് സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഒരു ഈസി ചെയർ ഫീലായിട്ട് നമുക്കിത് ഇരിക്കാൻ പറ്റും. ഒരു ഈസി ചെയറാണ്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നമ്മൾ മസാജിങ് സീറ്റിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈസി ചെയറായിട്ട് നമുക്ക് നടുവൊക്കെ സ്റ്റഡി ആയിട്ട് നൂത്ത് വെച്ച് കാല് നമ്മൾ വൈഡായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഈസി ചെയർ കംഫർട്ടബിളായിട്ട് നമുക്കിത് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ സൈസും ഷോക്കും ഒക്കെ സാധാ രീതി അല്ലാത്തത് കാരണം ടയറിന് മറ്റേ സ്കൂട്ടറുകളെ അപേക്ഷിച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഏത് റോഡിൽ കൂടെ നമ്മൾ ഈവൻ നമ്മൾ റൈഡേഴ്സ് പോകുന്നോട്ട് തന്നെ റൈഡ് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ ചിറയ്ക്കലോ മറിഞ്ഞ് വീഴുകയോ അങ്ങനെയുള്ളതൊന്നും ഇതുവരെ ബുദ്ധിമുട്ടുകൾ എനിക്ക് സംഭവിച്ചിട്ടില്ല. നമ്മൾ രാത്രിയിലൊക്കെ പോകുമ്പോൾ വളരെ മോശപ്പെട്ട റോഡിലൂടെ വെള്ളക്കെട്ടിനകത്തൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നത് രാത്രിയിലെ ഓട്ടത്തിൽ. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇന്നേ ദിവസം വരെ
എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ കട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ എങ്ങനെ? ഒരു കുഴപ്പമില്ല. കട്ടറിലൊക്കെ സാധാരണ വീഴുമ്പോഴത്തേക്ക് നമ്മുടെ നടുവിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യും. പക്ഷേ ഇതെന്തോ ആ ഷോക്കിൻ്റെ കംഫർട്ടബിലിറ്റി ആയിരിക്കാം. അത് കാരണം ഇത് നമ്മൾ ഒരു സെൻസർ പോലെ ഇങ്ങനെ വർക്ക് ചെയ്ത്. ഈ വണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഈ വണ്ടി തിരഞ്ഞെടുക്കാനുള്ള ബൈക്കുകളിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് XUV റിവറാണ്. സ്കൂട്ടറിൽ XUV ഇറങ്ങുന്നത് ആദ്യം ഇറക്കുന്നത് റിവർ ഇന്ത്യ ആണ്. പിന്നെ പ്രത്യേകിച്ച് അതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു പോയിന്റാണ്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മലയാളികൾ കൊളാബറേറ്റ് ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ്. അപ്പം നമ്മുടെ മലയാളികൾ ഇറക്കുന്ന ഒരു സംരംഭത്തിൽ നമ്മൾ സഹകരിക്കുക എന്നുള്ളത് മലയാളികൾ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് തോന്നി. അങ്ങനെ നമ്മളെ കൊണ്ടാകുന്ന ഒരു രീതിയിൽ ഒരു വണ്ടി എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തു. അതായത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷനിൽ 3ാമത്തെ വണ്ടി ഇറങ്ങുന്നത് എൻ്റെയാണ്. നമ്മുടെ ഏരിയയിൽ, അതായത് ഓച്ചിറയ്ക്ക് പടിഞ്ഞാറോട്ടുള്ള ഏരിയയിൽ ഫസ്റ്റ് കൊണ്ടുവരുന്ന റിവർ ഇന്ത്യ എൻ്റെതാണ്. ഇപ്പോൾ അത് കണ്ട് ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻക്വയറി കണ്ടമാനം കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കണ്ടമാനം വണ്ടി ഷോറൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ജോമെട്രി തന്നെ ഒരു പ്രത്യേക രീതിയിലല്ലേ? ഒരു നമ്മള് സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വണ്ടിയാണ്. ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇത് നമുക്ക് ഇതിൽ തന്നെ ഞാനിപ്പം വന്ന സമയത്ത് തന്നെ എത്ര പേര് എന്നെ നോക്കിയെന്നറിയോ ഈ വണ്ടിയുടെ ആ ലുക്ക് കണ്ടിട്ട്. നമ്മളിതും കൊണ്ട് പോകുമ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഞാൻ പോകുമ്പോൾ ഒരു 15 ആൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുവായിരുന്നു, ഇത് ഏതാ വണ്ടി, ചൈനയിൽ നിന്ന് എടുത്തതാണോ, ചൈന വണ്ടിയാണോ, ഇതെങ്ങനെ ബുക്ക് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ നമ്മുടെ ആളുകൾ ചോദിക്കും. പക്ഷേ ഇപ്പം ഏകദേശമൊക്കെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായി. കാരണം കണ്ണുകളിൽ നമുക്ക് കാണാൻ തുടങ്ങി വണ്ടി. അതുകൊണ്ട് ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എങ്ങനെയാന്ന്? എനിക്ക് വന്ന ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിന് റീജിയൻ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ കൈ സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആവുകയും ഇതിനകത്ത് റീചാർജ് ആവുകയും ചെയ്യുന്നുണ്ടെന്നൊരു ഓപ്ഷനാണ് ഷോറൂമിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അതായത് നമ്മൾ ഏത് സ്പീഡിൽ പോലും നമ്മൾ കൈ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആവുന്നുണ്ട്. നമ്മൾ റീജിയൻ ചെയ്യുന്ന ടൈമിൽ ബാറ്ററി ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അപ്പോൾ നമ്മൾ ഈ റീജിയൻ ഉപയോഗിക്കുന്നത് കാരണം ബ്രേക്ക് നമുക്ക് വലുതായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. പ്രത്യേകിച്ച് ഇതിന് 3 മോഡുണ്ട്, എക്കോ, സ്പീഡ്, റഷ്, അങ്ങനെ 3 മോഡുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കൂടുതൽ എക്കോ മോഡാണ്. അപ്പോൾ എക്കോ മോഡിൽ നമുക്ക് ഏകദേശം ഒരു 137 കിലോമീറ്റർ വരെ എനിക്ക് റീച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്കോ മോഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 50 കിലോമീറ്ററിന് മുകളിൽ പോകേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത വരുന്നില്ല. നമ്മൾ യൂഷ്വലായിട്ട് പോകുമ്പോൾ നമ്മൾ അടിച്ചു കയറി അല്ലെങ്കിൽ ഭയങ്കര റഷായിട്ട് പോകേണ്ട ഒരു ആവശ്യകത നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്കോ മോഡാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ ഈ വണ്ടി എടുത്ത് നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന് രാത്രി കാലങ്ങളിൽ വെട്ടക്കുറവുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാനിതുവരെ ഉപയോഗിച്ച് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കൂടുതലും രാത്രിയാണിത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ എനിക്കങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ പിന്നെ ഷോറൂമിൽ ചെന്ന് കാണിച്ചപ്പോൾ അവരതിനെന്തോ മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ മഴയത്തൊക്കെ വണ്ടി പോകുമ്പോഴൊക്കെ എങ്ങനെ അതിൻ്റെ ഒന്നുമില്ല. മഴയത്ത് നമ്മൾ ഓടിക്കുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഈ കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ മഴയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര മഴയായിരുന്നു. ഈ മഴയത്തൊക്കെയാണ് ഞാൻ 120 കിലോമീറ്റർ ഈ രാത്രിയിൽ കവർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ രാത്രി ഇപ്പോൾ ഞാൻ ഈ രാത്രി ജോലി എന്നത് പറഞ്ഞു, ആ ജോലിയിൽ ഞാൻ ജോലിപ്രകാരം നമ്മുടെ വിയ്യപുരം, ചെന്നിത്തല ഈ ഭാഗങ്ങളിലൊക്കെ ഈ രാത്രി പെരുമഴയത്ത് ഞാൻ കായംകുളത്ത് ഓച്ചിറയിൽ ഓടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയങ്കരമായ മഴയിലെല്ലാം റൈഡ് ചെയ്തിട്ടൊന്നും എനിക്കിതുവരെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ വേറെ വല്ല വണ്ടിയാണെങ്കിൽ ഈ മഴയത്ത് എവിടെയെങ്കിലും ഓഫായി പോവുമോ അല്ലെ വെള്ളം കയറി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതുവരെ കംപ്ലയിൻസ് ആയിട്ടൊന്നും പറയാനേ. ബാറ്ററി വാറണ്ടി എന്ന് പറയുന്നത് ഇത് ആദ്യം അവർ പറഞ്ഞിരുന്നത് 3 വർഷമാണ്. പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ അത് 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടുമായിരുന്നു. അതായിരുന്നു ആദ്യം വണ്ടി ഇറങ്ങിയപ്പോഴുള്ള ഇവരുടെ സിസ്റ്റം. പിന്നെ ഇപ്പോൾ അതിന് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഞാൻ 2ാമത്തെ സർവീസിന് ചെന്നപ്പോഴത്തേക്ക് വാറണ്ടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 8 വർഷം വരെ അവർ ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 8 വർഷത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷനാണ്. അതായത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലാതെ വണ്ടി വിലയിൽ ഇത് കിട്ടത്തില്ല. അതിന് നമ്മൾ എക്സ്ട്രാ 8 വർഷത്തേക്ക് ബാറ്ററിക്കും മോട്ടറിനും എടുക്കുന്നതിനെങ്ങാണ്ട് 10 രൂപയിൽ താഴെ ആവുന്നുണ്ട്. എങ്കിലും നമുക്കത് അഫോർഡബിൾ ആണ്. കാരണം നമുക്ക് 8 വർഷം ഉപയോഗിക്കാൻ പറ്റും. ഈ 8 വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും അവർ റീപ്ലേസ് ആണ് പറയുന്നത്, ബാറ്ററിയും മോട്ടറും. അല്ലാതെ മെയിൻ്റനൻസ് ചെയ്ത് തരുമോ അങ്ങനൊന്നും അല്ല അവർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഫ്രീക്കായിട്ടുള്ള പിള്ളേരാണ് കൂടുതൽ ഇത് ചൂസ് ചെയ്യുന്നത്. ലേഡീസ് ഇപ്പോൾ വൈഫൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്, വൈഫ് ഓഫീസിൽ പോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലേഡീസ് ഉപയോഗിക്കുമ്പോഴുള്ള എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് തോന്നുന്ന, വണ്ടിക്ക് സാധാരണ സ്കൂട്ടറുകളൊക്കെ നല്ല വെയിറ്റാണ്. ഈ ബാറ്ററി വണ്ടി ആണെങ്കിൽ തന്നെ ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയും ഒക്കെ കാരണം വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ വെയിറ്റ് കാരണം ചില സമയങ്ങളിൽ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ബാലൻസിങ്
ഒരു പ്രശ്നം വരും. പക്ഷേ സ്കൂട്ടർ നിരന്തരം ഓടിച്ചിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് വരുന്നില്ല. അതായത് ഒരു ഫ്രഷർ വന്ന് ഇതെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നാളത്തേക്ക് ഇതുമായിട്ടൊന്ന് ഇഴുകി ചേരുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അല്ലാതെ കുഴപ്പമില്ല. എൻ്റെ വൈഫ് ഇത് ഓടിക്കുന്നുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ വണ്ടിക്ക് നമ്മുടെ സാധാ സ്കൂട്ടറിൻ്റെ കഴിച്ചൂടെ വീതി കൂടുതലും ഹൈറ്റ് കൂടുതലും ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫാനായി മാറി. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. ഞാനിത് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ വണ്ടി ആദ്യം ഇറങ്ങുന്ന പ്രേമല്ലു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്താണ് ഞാനിത് ഫസ്റ്റ് കാണുന്നത്. അന്ന് എനിക്കിത് ക്ലിക്കായതാണ് ഇത് എടുക്കണമെന്നുള്ളത്. പക്ഷേ ആ ടൈമിൽ ഞാനിത് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് ബാംഗ്ലൂരാണിത്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്ന മലയാളി കമ്പനിയാണ്. 2 മലയാളികൾ ചേർന്നിറക്കിയ വണ്ടിയാണ്. അന്ന് ഞാൻ ബാംഗ്ലൂർ വെച്ച് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കൊച്ചി വരുന്നുണ്ട്, അപ്പോൾ സാറിന് കൊച്ചി വെച്ച് വേണമെങ്കിൽ എടുക്കാം. കൊച്ചിയിൽ ഈ ഷോറൂം ഓപ്പൺ ആയപ്പോൾ അവർ പറഞ്ഞു സാറേ ഉടനെ കൊല്ലത്ത് വരുന്നുണ്ട്, അപ്പോൾ സാറിന് ഈ മെയിൻ്റെനൻസും കാര്യങ്ങളും സർവീസിനൊക്കെ കൊല്ലം ഇച്ചിരിയുടെ ഈസി ആയിട്ടുള്ള റീച്ച് ആവാനാണ്. അങ്ങനെ പിന്നെ കൊല്ലത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കൊല്ലത്ത് വന്നിട്ട് ഏകദേശം ഒരു വർഷം ഒരു 10-14 മാസമേ ആയിട്ടുള്ളൂ. ഈ കൊല്ലത്തു നിന്ന് അതായത് വിരലിലുണ്ടാകുന്ന വണ്ടികൾ ഒരെണ്ണമാണ് ഞാൻ ആ ടൈമിലാണ് ഞാൻ എടുക്കുന്നത്. എന്തായാലും ഇതിനൊരു മാസ് ലുക്ക് ഉണ്ട്. ഒരു ലുക്ക് വൈസ് അതാണ്. എവിടെ കൊണ്ടുവച്ചാലും ആളുകൾ നോക്കും. പെർഫോമൻസ് ഒരു 100-ൽ 99.9% ഓക്കെയാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറയുന്ന തൊട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഇതെന്ന് പറയുന്ന ഒരു ഗാർഡാണ്. ഈ ഗാർഡെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന കൂട്ടത്തിലൊന്ന് സൈഡിലോട്ട് ചിറക്കുമോ അല്ലെങ്കിൽ നമ്മൾ കാല് കുത്തിയപ്പോൾ കാലൊന്ന് സ്ലിപ്പായി മറിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാർഡും ഉള്ളത് കാരണം നമ്മുടെ വണ്ടികൾക്ക് സ്ക്രാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗാർഡ് പോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെച്ച് അതൊരുമാതിരി ബൾക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു യൂഷ്വൽ ആയിട്ടുള്ളൊരു ഫീൽ അല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആണ്. വണ്ടി എങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ 2 സൈഡിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഈ 2 ഗാർഡ് ഉള്ളത് കാരണം വണ്ടി ഇൻ കേസ് ഒന്ന് നമ്മുടെ ഒന്നും മറിഞ്ഞാൽ തന്നെ വണ്ടിക്ക് സ്ക്രാച്ചോ ഉണ്ടാകുകളോ ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിതൊട്ട് വണ്ടി രാത്രിയിലൊന്ന് വെച്ച് കഴിഞ്ഞ സമയത്തൊന്ന് ചിറക്കി വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈ 2 ഗാർഡുള്ളതിൻ്റെ പേരിൽ വണ്ടിക്ക് വലുതായിട്ട് പരിക്കുകളൊന്നും സംഭവിച്ചില്ല. ഇതിന് ഈ 2 സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് വീണ് അത് ഉള്ളതിൻ്റെ പേരിൽ വണ്ടിക്ക് വേറെ ഒന്നും പറ്റില്ല. സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ നിന്ന് മറിഞ്ഞ് അങ്ങ് വീഴത്. കാരണം വണ്ടിക്ക് വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വണ്ടിക്ക് വെയിറ്റ് ഉള്ള കാരണം നമ്മൾ ചുമ്മാതെ കൊണ്ട് റഫായിട്ട് അങ്ങ് വെക്കാൻ പറ്റത്തില്ല. ഈ ഫ്രണ്ടിലത്തെ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് മൊബൈലിൽ വെക്കാനുള്ള നല്ല സംവിധാനം. ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മൊബൈൽ കവറൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ മൊബൈൽ കവർ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി നമ്മൾ ഇച്ചിരി ലക്ഷറിയാണ്. ഏകദേശം 2000 ഇതിന് വില വരുന്നുണ്ട്. ഇതിന്റെ ഗുണമെന്ന് പറയുന്നത് ഫ്ലിപ്പാണ്. നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഈ 3 ലോക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതാണ് ഞാൻ മൊബൈൽ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിനകത്ത് കറക്റ്റ് ആണ്, സ്യൂട്ടായിട്ട് തന്നെ ഇരിക്കും. അത് നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കും. നമുക്ക് ഇതിനകത്ത് ടച്ചിങ് ആണ്, നമുക്ക് എന്ത് വേണേലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ കവറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ ഓപ്പൺ ആയിട്ടുള്ള മൊബൈൽ ഫോൾഡർ ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ഫുള്ള് കവർഡ് സീൽഡ് ആണെങ്കിൽ തന്നെ നമുക്കിത് ടച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കണ്ടോ, നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാൻ പറ്റും. ടച്ച് നല്ല സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഡെലിവറി പാർട്ണറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര മഴയത്തായാൽ തന്നെ നമ്മൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് ഉള്ളിലോട്ട് കയറും ഒന്നും ചെയ്തില്ല. നമുക്കിത് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ലൊക്കേഷൻസ് GPS-ന്റെ ലൊക്കേഷൻ അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോകാനും പറ്റും. നമുക്ക് ഇതുവഴി GPS അഡ്ജസ്റ്റ് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ കസ്റ്റമർ ഓരോ ലൊക്കേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മഴ സമയത്ത് ഇതിനകത്ത് നിന്ന് മൊബൈൽ എടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കുഷ്യനാണ്. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം റിവർ വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അല്ല, ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു കുഷ്യനാണ്. ഈ കുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിലേക്ക് ഇവിടെ ബാക്ക് സപ്പോർട്ടിനായിട്ടുള്ളതാണ്. ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികൾക്കും ഇത് വരുന്നുണ്ട്. എങ്കിൽ ഈ റിവറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മുടെ സ്പൈനൽ കോഡിന് നല്ലൊരു സപ്പോർട്ട് ഇത് കിട്ടുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ഇതൊരു എക്സ്ട്രാ കരിയറാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വെച്ച് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ട്രാവൽ പോകുന്നത്, അപ്പോൾ നമ്മുടെ ഒരു ബാഗൊക്കെ ഇത് വെച്ച് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ് ഇത് വരുന്നത്. നല്ലത്. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് സ്റ്റാൻഡ് ലേഡീസ് റെസ്റ്റ് വരുന്നത് ഇത് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതാണ്.
ഇത് മൊബൈൽ ഫോൾഡർ എക്സ്ട്രാ ഫിറ്റിങ്സ് വരുന്നതാണ്. ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 സൈഡിൽ ഉണ്ട്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയേണ്ട ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. ഇത് എക്സ്ട്രാ ആണ് അല്ലേ? അല്ല, ഇത് വണ്ടിയുടെ അല്ലേ. ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. നല്ല ഫ്രീ ആണ്. അത് എക്സ്ട്രാ ആണോ? ഇതല്ല ഇതിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇതൊക്കെ ഫോൾഡിംഗ് ആണെന്ന് പറയാൻ കണ്ടല്ലേ, വേറെ ഭയങ്കര സ്മൂത്താ, ഫ്രീ ടച്ച് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതൊരു ഹൈഡ്രോളിക് പരമായിട്ടാണ് ഫുള്ള് അവർ ഫോക്കസ് ചെയ്ത് ഇറക്കിയേക്കുന്നതെന്ന് പറയും. ഇതെല്ലാം ഫ്രീ ഇങ്ങനെയാണ്. എക്സ്ട്രാ ഫിറ്റിങ്സ് ഉൾപ്പെടുന്നതാണ്. ഇതാണേലും നമ്മുടെ ഈ ബാക്ക് റെസ്റ്റ് ആണേലും ഈ കാരിയർ ആണേലും പിന്നെ അതുകൊണ്ട് തന്നെ ലേഡീസ് ഫുഡ് ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. മൊബൈൽ കവർ, പിന്നെ ഈ ഗ്രിപ്പ്, പിന്നെ അതിന്റെ ഉള്ളിലെ സ്പേസിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. സ്പേസിന്റെ കാര്യം ഒന്നും പറയാനില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഇതിനകത്തിരിക്കും. കാരണം എനിക്ക് ഓൾറെഡി ഒരു ഫ്ലവർ മില്ലുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലവർ മില്ലിലേക്കുള്ള സാധനമൊക്കെ മുളകാന്നില്ല. ഇപ്പോൾ നമുക്ക് ലോക്കലായിട്ട് എന്തെങ്കിലും ഒരു പർച്ചേസിങ് വരുമ്പോൾ ഏകദേശം അതൊരു 3 കിലോ മുളകും 2 കിലോ മല്ലി വരെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും അതുകൊണ്ട് തന്നെ നല്ല സ്പേസാണ്. നല്ല സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ട് അത്യാവശ്യം നല്ല സ്പേസ് അത്യാവശ്യം നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ ഇവിടെ പേഴ്സ് വെക്കാനുള്ള ഒരു എന്തോന്നുണ്ട്. അത്യാവശ്യം കുറച്ച് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സ്, മൊബൈൽ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിൽ അത് തുറന്ന് കാണിച്ച് ബാക്കിൽ തന്നെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അസാധ്യമായ സ്പേസ് ആണ് ഇതിനുള്ളത്. പിന്നെ അതുപോലെ തിങ്സ് ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ നമുക്ക് എക്സ്ട്രാ ക്യാരി ചെയ്യുന്ന ഈ ചാർജർ മാത്രമേ ഉള്ളൂ? അത് തന്നെ, ചാർജർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് സൂക്ഷിക്കാം. പിന്നെ നമ്മൾ ഇത് കൊണ്ട് നടക്കേണ്ട ആവശ്യകത വരുന്നില്ല നമ്മള്. പിന്നെ ഇപ്പൊ നിലവിൽ ഇതാണ് അതിന്റെ ചാർജർ വരുന്നത്. ഇതാണ് ചാർജർ വരുന്നത്. ഇതാണ് സ്പേസ്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല സ്പേസ് ആണ് ഇതിലുള്ളത്. ഇത്രയും സ്പേസ് ഉണ്ട് ഇതിന്. അപ്പം സാധാരണക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മുടെ ചെറിയ വീട്ടമ്മമാരെ ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണ്. ബാക്കിയുള്ള വണ്ടിക്കൊന്നും ഇത്രയും ബൂട്ട് സ്പേസ് വരുന്നില്ല. ഇതാണ് മാക്സിമം അവർ പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇത് സെലക്ട് ചെയ്തത് ഈ ബൂട്ട് സ്പേസ് നോക്കിയിട്ടാണ്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. നല്ല ഇതാണ് ഈ പറയുന്നത്. ഈ വ്ളോഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും അവരുടെ സാധനങ്ങൾ, അവരുടെ തിങ്സ് ഒക്കെ കുറെ കാണുമല്ലോ, ക്യാമറ, ലൈറ്റ്, സ്റ്റാൻഡ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട് പോകാനും ബെറ്റർ ആയിട്ടുള്ളൊരു എന്തോന്നാണ്. അതിന് ഇത്ര സ്പേസ് അത് മാക്സിമം നമ്മൾ വിനിയോഗിക്കാൻ. നമ്മള് ഒരു പാലം കയറുകയാണ്. ഇവിടെ റിവർ ഇന്ത്യയുടെ റൈഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ്ടോ. നല്ല സ്മൂത്തായിട്ടാണ് ഈ പാലം നമ്മൾ കയറി പോകുന്നത് കേട്ടോ. ഇത് പാലം എന്ന് പറയുമ്പോൾ കഴുകൻതുരുത്തം എന്ന് പറയുന്നൊരു പ്രദേശമാണ്. നമ്മുടെ ഏകദേശം അഴീക്കൽ ബീച്ച് പാലം ഇറങ്ങി റൈറ്റിലേക്ക് പോയി ഒരു ഏകദേശം 1 കിലോമീറ്റർ ചെല്ലുമ്പം അതാണ് കഴുകൻതുരുത്തം എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ കിഴക്ക് ദിശയിലേക്ക് വരുമ്പോഴാണ് ഈ പാലം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിവ്യൂ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്ത് വരെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ടറുകളൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. കാണാം നമുക്ക് വ്യൂകളാണ് ഇതെല്ലാം. ആ റോഡിൽ കൂടെ ഒക്കെ നമ്മൾ റെഡി ചെയ്ത് പോയിട്ട് ഒരു ചലനം പോലും വണ്ടിക്ക് അനുഭവപ്പെടാനില്ല. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന റഷ് മോഡാണ്. ഇത് ഞാൻ പറയില്ല, നേരത്തെ 3 മോഡിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് റഷ് മോഡാണ്. ഇതിപ്പോൾ നമുക്ക് ഈ റഷ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സ്പീഡാണ് വരുന്നത്. ഏകദേശം നമുക്കൊരു 85-90 റേഞ്ച് വരെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓരോ മോഡ് ചേഞ്ച് ആവുന്നതനുസരിച്ചും വണ്ടിയുടെ മൈലേജിൽ വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അഴീക്കൽ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ്. നമ്മുടെ സാധാരണ വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന റൂട്ട് തന്നെയാണ്, പരിചിതമായ റൂട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയാൻ നമ്മൾ അപ്പോൾ പറഞ്ഞു വന്നത് ഈ വണ്ടിക്ക് 3 മോഡുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ റഷ് മോഡിലാണ് കിടക്കുന്നത്. റഷ് മോഡിൽ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടുന്ന ഏകദേശം ഒരു 70-69 ആ റേഞ്ച് വരെ കിട്ടാറുണ്ട്.
പിന്നെ നമ്മൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഇപ്പോൾ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ജസ്റ്റ് സ്പീഡ് കുറച്ചുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടനെ നമ്മൾ കണ്ട ചേഞ്ച് ആക്കാൻ പറ്റും. അതിപ്പോൾ നമ്മൾ എക്കോ മോഡിലാണ് പോകുന്നത്. എക്കോ മോഡിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ കൂടുതലും ചൂസ് ചെയ്യുന്ന എക്കോ മോഡാണ് കേട്ടോ. എക്കോ മോഡിൽ നമുക്കൊരു എബോവ് 130 വരെയൊക്കെ കിട്ടും. ഞാൻ പറയുന്നത് നമ്മൾ ഈ പാർട്ട്ണറായിട്ട് പോകുന്നത് കൊണ്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ കൂടുതൽ ഓർഡർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മളിത് ധൈര്യമായിട്ട് രണ്ടും കൽപ്പിച്ച് ഓടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 1000 തെങ്ങ് പാലം കയറാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ട കഴുകന്തുരുത്ത് എന്ന് പറയുന്നത് ഒരു തൂക്കുപാലമാണ്. സുനാമി കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഒരു പാലമാണത്. സുനാമി കഴിഞ്ഞതിന് ശേഷം, കാരണം അറിയാമല്ലോ സുനാമി എന്ന് പറയുന്ന ഒരു തീവ്രമായ ഒരു നമ്മുടെ നാടിനെ വിഴുങ്ങുന്ന രീതിയിലുള്ളൊരു ഭയങ്കര സംഭവം ഉണ്ടായ സമയങ്ങളിൽ നമ്മളിപ്പോൾ നിന്നതെന്ന് പറയുന്ന കഴുകന്തുരുത്ത് തൂക്കുപാലമാണ്. അതിനപ്പുറത്തുള്ള ഒത്തിരി ആളുകൾ അന്ന് ആ സുനാമി സമയത്ത് മരണപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ സുനാമിക്ക് ശേഷമാണ് അങ്ങനെ ഒരു പാലം ആളുകളുടെ സുരക്ഷ കുറച്ചുകൂടെ ഈസി ആയിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അന്ന് ആ പാലം നിർമ്മിച്ചത്. അപ്പോൾ അവിടെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലായിരുന്നു നമ്മൾ ഈ റിവ്യൂ എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്തത്. ഇപ്പം തന്നെ നമ്മൾ അഴീക്കലേക്ക് വന്ന 1000 തെങ്ങ് ബ്രിഡ്ജ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1000 തെങ്ങ് ബ്രിഡ്ജ് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഏകദേശം നമ്മൾ ടോപ്പിലെത്തി. ആ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് വന്ന് നിൽക്കാനൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനോ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആണ് രാത്രിയിലൊക്കെ. രണ്ട് വശങ്ങളിലും ബോട്ടുകളും. നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ആണ് വരുന്നത്. 65% ചാർജ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 73 കിലോമീറ്റർ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ റേഞ്ച് കാണിക്കുന്നത് ഒരു 102 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷേ ഈ 102 അല്ല, നമുക്കതിൽ കൂടുതൽ കിട്ടും. പിന്നെ ഇത് വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് Gen 3 ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് Generation 1 ആണ്. അതാണ് ഫസ്റ്റ് ഇവരിറക്കുന്ന മോഡൽ. ഇത് തമ്മിൽ വണ്ടിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ മീറ്ററിൻ്റെതും അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. ഈ മീറ്ററിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടെന്നുണ്ട്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എൻ്റെ ഇതുമായിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോഴേ Gen 3 ആണ്, Gen 1 ആണ് എൻ്റെ വണ്ടി.